കൊച്ചി തോപ്പുംപടിയിൽ ആത്മഹത്യ ചെയ്യാൻ കായലിൽ ചാടിയ യുവതിയെ ജീവൻ പണയം വെച്ച് രക്ഷിച്ച 19 വയസ്സുകാരന് സോഷ്യൽ മീഡിയയുടെയും നാടിന്റെയും അഭിനന്ദന പ്രവാഹം. ചിക്കിങ്ങിലെ ജീവനക്കാരനും കുമ്പളങ്ങി സ്വദേശിയായ വേലശ്ശേരി ആന്റണിയുടെ മകനുമായ ജീവൻ ആന്റണിയാണ് യുവതിക്ക് പുതുജീവനേകിയത്. കൺമുന്നിൽ ഒരു അപകടം നടന്നാൽ അത് മൊബൈൽ ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇക്കാലത്ത് പ്രതീക്ഷയാണ് ഈ ജീവൻ. ചിക്കിൻ കമ്പനി യുവാവിന് ശമ്പളത്തോടു കൂടിയുള്ള അവധി നൽകി ആദരിക്കുകയും ചെയ്തു. ആരും ചെയ്യാൻ മടിക്കുന്ന പ്രവൃത്തി ചെയ്ത ജീവനെക്കുറിച്ചോർത്ത് അഭിമാനിക്കുന്നുവെന്ന് ചിക്കിങ്ങിന്റെ ഉടമ മൻസൂർ പ്രതികരിച്ചു. കാലത്ത് വലിയൊരു സാഹസമാണ്. അതിന് ഞങ്ങൾ ശരിക്കും അതെ തിരിഞ്ഞിരിക്കണേ അപകടം സെൽഫി എടുക്കുക. ഇപ്പോൾ റീസെൻ്റ്ലി ആ ഒരു ഇഷ്യൂസ് നിൽക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒരാൾ നമ്മുടെ സമൂഹത്തിൽ വേണം. ഇതുപോലെയുള്ള പിള്ളേരാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എന്തായാലും ഞങ്ങൾ അഭിമാനിക്കുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരാളുള്ളത്. ഇന്ന് ഞങ്ങളുടെ MD ആൾ സ്ഥലത്തില്ല. എന്തായാലും ആൾ വരുമ്പോൾ ഒരു സ്വീകരണം ഉണ്ട്. അതുകൂടാണ് ഞങ്ങളുടെ സ്റ്റാഫ് എന്ന നിലയിൽ ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സിൽ നിന്ന് ഓഫീസിൽ ഞങ്ങൾ 3 മണിക്ക് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. പ്രണയനൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്യാനായി പാലത്തിൽ നിന്നും കായലിലേക്ക് ചാടിയ പള്ളുരുത്തി സ്വദേശിയായ യുവതിക്കാണ് ജീവൻ പണയം വെച്ചുള്ള ഇടപെടൽ രക്ഷയായത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് സംഭവം. ജോലി കഴിഞ്ഞ് സുഹൃത്തിനൊപ്പം ബൈക്കിൽ പെട്രോൾ അടിക്കാനായി പോവുകയായിരുന്നു ജീവൻ. ഇതിനിടെയാണ് പഴയ ഹാർബർ പാലത്തിൽ ആളുകൾ കൂടി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ആരോ ഒരാൾ താഴേക്ക് ചാടി എന്ന് മാത്രമായിരുന്നു വിവരം. ആരോ ഒരാൾ മുങ്ങിപ്പൊങ്ങുന്നത് സ്ട്രീറ്റ് ലൈറ്റിന്റെ അരണ്ട വെളിച്ചത്തിൽ ജീവൻ കണ്ടു. പക്ഷേ ആരും രക്ഷിക്കാൻ ശ്രമിക്കുന്നതായി കണ്ടില്ല. ഈ സമയം ചാടിയയാൾ ഒഴുക്കിൽപ്പെട്ട് പുതിയ പാലത്തിനടുത്ത് കപ്പൽച്ചാലിന് സമീപം എത്താറായിരുന്നു. പിന്നൊന്നും ചിന്തിച്ചില്ല. ധൈര്യം സംഭരിച്ച് എടുത്തു ചാടി. എന്നെ രക്ഷിക്കണ്ട, എനിക്ക് മരിക്കണമെന്ന് അടുത്തെത്തിയപ്പോൾ പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ചെവിക്കൊള്ളാതെ ഏറെ പണിപ്പെട്ട് യുവതിയെ ജീവൻ കരയിലെത്തിച്ചു. വൈകിയെത്തിയ പോലീസ് ലൈറ്റടിച്ച് കരയിൽ നിന്ന് സഹായിച്ചു. ഫയർഫോഴ്സും ആ സമയം കരയിലെത്തിയിരുന്നു. പെൺകുട്ടിയെ രക്ഷിച്ച ജീവനെ ആദ്യം അഭിനന്ദിച്ചത് അവിടെ കൂടിയ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസുമാണ്. രാജ്കുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ജീവന്റെ ഫോട്ടോയെടുത്ത് വിവരം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത്. ഇത് വളരെ പെട്ടെന്ന് വൈറലായി. ഇതോടെ ജീവൻ താരവുമായി. നിരവധി കേന്ദ്രങ്ങളിൽ നിന്നും ഇതിനോടകം ഈ യുവാവ് ആദരങ്ങൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ഓഫീസിലെ മാനേജർമാരും സഹപ്രവർത്തകരും പോലീസുമെല്ലാം ആദരം നൽകിയവരിൽ ഉൾപ്പെടുന്നു. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുകയാണ് ജീവൻ. സംഭവം എത്തിപ്പെടുത്തിയെന്ന് വെച്ചാൽ ഞാൻ ചിക്കിങ് തോപ്പുംപടിയിലാണ് വർക്ക് ചെയ്യണം. അറിയാലോ, ചിക്കിങ് തോപ്പുംപടി അറിയാലോ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യണം. വർക്ക് കഴിഞ്ഞിട്ട് റൂമിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് കൂട്ടുകാരനൊപ്പം പെട്രോൾ അടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ BOT പഴയ പാലം വഴിയാണ് പോയത്, ഹാർബർ പാലം വഴിയാണ് പോയത്. പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കൂട്ടം കണ്ട് പാലത്തിൻ്റെ ഒക്കത്ത്. നോർമലായിട്ട് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ചെന്ന് ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്നപോലെ ഒരാൾ ചാടി. ആ പെണ്ണാണാണെന്നൊന്നും പറഞ്ഞില്ല, ഇന്നപോലെ ഒരാൾ ചാടി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും കാണുന്നുണ്ട്. എല്ലാവരും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഈ ആൾക്കാരെ കാണുന്നുണ്ട്. ഈ വെള്ളത്തിൽ വീണ ആ പുള്ളിനെ കൈയിട്ടടിക്കണത് കാണുന്നുണ്ട്. അപ്പോൾ പക്ഷേ ആരും ഒന്നും ചെയ്യണമെന്നില്ല. പോലീസുകാർ എത്തിയിട്ടില്ല. എനിക്കൊന്ന് ചാടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നല്ല ഒഴുക്കുണ്ട്, നല്ല ആഴമുള്ള സ്ഥലമാണ്, ഒഴുക്കുണ്ട്. നല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴുക്കിൽ പെട്ട് ഈ പെണ്ണ് പുതിയ പാലത്തിനോടം വരെ ഒഴുകി എത്താറായി. ഏകദേശം പകുതി കഴിഞ്ഞപ്പോൾ ആഴമുള്ള സ്ഥലം കപ്പൽച്ചാലുള്ള. കപ്പൽച്ചാലം എന്ന് പറയുമ്പോൾ അറിയാലോ, കപ്പലോടുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ട്രിഡ്ജ് ചെയ്ത് ആഴമുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ പെൺകുട്ടി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിട്ടു, എനിക്ക് രക്ഷപ്പെടുത്തണ്ട, എന്നെ രക്ഷിക്കണ്ടെന്നുള്ള ഇതൊക്കെ പറയണം. പിന്നെ ഫുള്ള് കരച്ചിലായിരുന്നു. എന്താണ് പ്രശ്നം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇന്നപോലെ എന്തോ പ്രശ്നമായി, എന്തോ ആരും ലവ് ഫെയറിന് എന്തൊക്കെ പറയണം. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലൊന്നും. ആ പെണ്ണ വെപ്പടത്തിൽ പറഞ്ഞത് ഞാൻ കുറേയൊക്കെ മറന്നും പോയി. ടെൻഷൻ പുറത്താണല്ലേക്കണം. എന്തോ ദൈവത്തിൻ്റെ കൈ കൊണ്ടുകൊണ്ടാണ് എനിക്ക് അത്രം വരെ നീന്തി എത്താനും തിരിച്ച് പെണ്ണിൻ്റെ ജീവനോട് തിരിച്ചെത്തിക്കാനൊക്കെ എനിക്ക് പറ്റിയത്. ദൈവത്തിൻ്റെ കൈ ഉണ്ട് ഉറപ്പാണ്. ജീവിതത്തിൽ ഇനി ഇതേപോലെ ഒരു ഉണ്ടാവില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവസാനമായിട്ട് വന്നു തോന്നുന്നത് ഇങ്ങനെ ഒരു വെള്ളത്തിലോട്ട് ഇങ്ങനെ ഓടിപ്പോയെന്നൊക്കെ കേട്ടപ്പോൾ പേടിച്ചു പോയി ഞാൻ ശരിക്കും. ആദ്യം അവൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ അവരെല്ലാവരും വന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ എനിക്ക് അത് സന്തോഷം തോന്നി, ഒരാളെ രക്ഷിച്ചെല്ലാം ഓർത്തപ്പോഴത്തേക്ക്. മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് ചെയ്തുകൊണ്ടിരുന്ന ജീവൻ ഒരപകടത്തെ തുടർന്ന് കുറച്ചുനാൾ വിശ്രമത്തിലായിരുന്നു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ജോലിയൊന്നും ലഭിക്കാത്തതിനെ തുടർന്നാണ് ചിക്കിങ്ങിൽ ജോലിക്കെത്തിയത്. ആർ. പിയൂഷ്, മറുനാടൻ മലയാളി ബ്യൂറോ, കൊച്ചി.